ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ഹൈലൈറ്റ് മോൾ വരുന്ന പോവാണ്. മോനെ കൊണ്ടുപോകുന്നില്ല, അവനെ തക്കുടിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ അൻഷറിനും കൂട്ടിയിട്ടാണ് പോകുന്നത്. അവിടത്തെ ആദ്യം തന്നെ അൻഷറിന് ഒരു ഷർട്ട് നോക്കണമായിരുന്നു. അതിൻ്റെ ഒപ്പം ഓഫറിന് ഒരു ജീൻസും അവൈലബിൾ ആയതുകൊണ്ട് അതും കൂടി ട്രൈ ചെയ്ത് നോക്കുകയാണ്. രണ്ടും ചെറിയൊരു ഓൾട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെഷർമെന്റ് ഒക്കെ എടുത്തിട്ട് അവർ തന്നെ നമുക്ക് ഓൾട്ടർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ഓൾട്ടർ ചെയ്യാൻ കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് പേർപ്പിളിലേക്കാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ തന്നെ മെയിൻ റീസൺ ഇത് തന്നെയാണ്. സാധാരണ പേർപ്പിളിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഡെലിവറി ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഡെലിവറി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഒരു അത്യാവശ്യത്തിന് ഓർഡർ ചെയ്തപ്പോൾ അത് 2 ദിവസം ലേറ്റ് ആയിട്ടാണ് ഡെലിവറി കാണിക്കുന്നത്. അല്ലെങ്കിലും ഞാൻ അത്യാവശ്യത്തിന് ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് സമയത്തിന് എത്തില്ല. വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം നേരത്തെ എത്തിയെന്നും വരും. ഓർഡർ ചെയ്തിട്ട് പിറ്റേ ദിവസം എപ്പോൾ വരും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റാറ്റസ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് 2 ദിവസം ഡിലേ എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ അത് ക്യാൻസൽ ചെയ്യാന്ന് കരുതി നോക്കിയപ്പോൾ അത് ഓൾറെഡി ഷിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് സമയത്തിന് പ്രൊഡക്റ്റ് കിട്ടാത്തതുകൊണ്ടും എനിക്കത് അത്യാവശ്യമായതുകൊണ്ടും ഞങ്ങൾ നേരെ പർപ്പിളിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോഴാണ് ഇവനെ കണ്ടത്. ഞങ്ങൾ രണ്ടുപേരും സ്കൂൾമേറ്റ്സ് ആണ്. പിന്നെ അവനാണ് എനിക്ക് ഫൗണ്ടേഷന്റെ ഷെയ്ഡൊക്കെ സെലക്ട് ചെയ്ത് തന്നത്. NYBയുടെ ഫൗണ്ടേഷനാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ കറക്റ്റ് ഷെയ്ഡ് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവരെനിക്ക് 2 സൈഡിലും ഓരോ ഷെയ്ഡ് ഇട്ട് തന്നു. അതിലൊരെണ്ണം ഞാൻ സെലക്ട് ചെയ്തെടുത്തു. അങ്ങനെ ഹൈലൈറ്റ് മോളിലത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മോമോസ് കഴിക്കാനാണ്. അത് പാഴ്സലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് റെഡി ആവാനായിട്ട് 10-20 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തുള്ള പെനി ഐസ് ക്യാൻറ്റീനിലേക്ക് കയറി അവിടുന്ന് 2 ഐസ്ക്രീം ഒക്കെ കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞിട്ട് സംഭവം റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ അങ്ങനെ കിടന്ന് നടക്കുകയായിരുന്നു. വെറുതെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തെ ഷോപ്പിലുള്ള ഈ ക്യൂട്ട് ആയിട്ടുള്ള രൂപങ്ങൾ കണ്ടത്. കണ്ടപ്പോൾ എനിക്ക് നല്ല കൗതുകം തോന്നിയപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചതാണ്. വരുന്ന വഴിക്ക് ഒരു ഉരുട്ടനെ ഒരു ടോയും മേടിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ടാണ് ഞങ്ങൾ മോമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. 3 ഫ്ലേവറിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്രീമി മോമോസും പിന്നെ ഒരു ഗ്രിൽഡ് മോമോസും പിന്നെ ചിക്കൻ ടിക്ക മോമോസ് അങ്ങനെ എന്തോ ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെനിക്ക് ക്രീമി മോമോസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടിക്ക മോമോസ് എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല, ഇത്തിരി ഡ്രൈ ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ ഗ്രിൽഡ് മോമോസിൽ അവർ ലെമൺ കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അത് ഓവറായിട്ട് പിഴിഞ്ഞുകൊണ്ട് ഭയങ്കര പുളിയായിരുന്നു. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്രീമി ആയിട്ടുള്ള മോമോസ് തന്നെയാണ് കേട്ടോ. അത് തന്നെയാണ് ഞാൻ കൂടുതലും കഴിച്ചിട്ടുണ്ടായിരുന്നത്. തക്കുടൂനനുസരിച്ച് ഞാൻ മറ്റ് ഫ്ലേവേഴ്സ് 2 കൊടുത്തിട്ട് ഈ പ്ലേറ്റ് ഞാൻ തുടച്ച് വടിച്ച് കാലിയാക്കിയിട്ടുണ്ട്. അപ്പം അത്രയുള്ള ഗൈസ്, ബൈ.